അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ത്യയിൽ നേരിട്ട ഒരുപാട് അനീതികൾക്കെതിരെ പ്രതിഷേധിച്ച ഒരു നേതാവാണ് അംബേദ്കർ. തൻ്റെ ജീവിതകാലം മുഴുവനും എന്നത് വളരെ മോശം അനുഭവത്തിലൂടെ കടന്നുപോയൊരു നേതാവ്. താനൊരു ദളിതനായി ജനിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം സ്കൂൾ ജീവിതത്തിലും കോളേജ് ജീവിതത്തിലും സമൂഹത്തിലും എന്തിനേറെ പറയുന്നു കുടുംബത്തിലെ ചില ആൾക്കാരിൽ വരെ അനീതി നേരിട്ട ഒരു മഹാവ്യക്തിത്വം. സാധാരണ ഒരു അനീതിയൊക്കെ നേരിടുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് താൻ ഒരു താഴ്ന്ന വർഗമായി എന്ന കാരണം കൊണ്ട് മാത്രം സ്കൂളിലെ വിദ്യ നുകരേണ്ട അധ്യാപകർ പോലും സ്കൂളിൻ്റെ ഒരു മൂലയിലാണ് അദ്ദേഹത്തെ ഇരുത്തിയിരുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും എഴുത്തുകളൊക്കെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, നോ പ്യൂൺ നോ വാട്ടർ. കാരണം അദ്ദേഹം ദളിതനായി എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിന് വെള്ളം കിട്ടിയിരുന്നില്ല. അഥവാ വെള്ളം കിട്ടണമെങ്കിൽ പ്യൂണ് വരണം. എന്തുകൊണ്ടാണ്? അവിടെ ദളിതൻ ആ വെള്ളത്തിൽ ആ ടാപ്പിൽ തൊട്ടാൽ അത് അശുദ്ധമായി പോകുമെന്ന മിഥ്യയായ ധാരണയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വെച്ചടി കയറ്റമാണ്. കാരണം അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം. പിന്നീട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. അവിടുന്ന് ഒരുപാട് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു. പിന്നെ ലണ്ടനിലേക്കും അവിടുന്ന് മെല്ലെ വിജയത്തിന്റെ പാന്താവിലേക്കാണ് അദ്ദേഹം നടന്നു കയറിയത്. 5 വർഷത്തെ വിദേശ പഠനത്തിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏറ്റവും മൂർച്ചയേറിയ വാളായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. കാരണം അദ്ദേഹം ഏറ്റ ആ അനീതി ഇനി സമൂഹത്തിലെ ആരും അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവായി രൂപകർത്താവായി മാറുന്നത് അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് വന്ന ഒരു വിത്തായിട്ടാണ്. അദ്ദേഹം നടത്തിയ പൂനെ പാക്ട് ആയാലും റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയാലും മണിയാർ സ്മാരക പ്രക്ഷോഭമായാലും മഹാത് സത്യാഗ്രഹമായാലും ഒക്കെയും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. 1921 പൂനെ പാക്ട് നടക്കുമ്പോൾ ദളിതർക്ക് പ്രത്യേക അവകാശം വേണമെന്ന വാദത്തോടുകൂടി അദ്ദേഹം രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ആരെയും ഭയമില്ലാതെ, ആര് അനീതിക്കെതിരെ എവിടെ ശബ്ദിക്കുന്നുവോ, എവിടെ ശബ്ദിക്കാൻ സാധ്യത തനിക്കുണ്ടോ അവിടെയൊക്കെ തൻ്റെ ശബ്ദം ഉറപ്പിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മളൊക്കെ മഹാത്മാവ് എന്ന് പേരിട്ട് വിളിക്കുന്ന മഹാത്മാഗാന്ധിയെ പോലും എതിർക്കേണ്ട സന്ദർഭം വന്നപ്പോൾ എതിർത്തിരുന്നു. അത്രയേറെ മനോഹരമായ ജീവിതം. ആ മനോഹരമായ ജീവിതത്തിലേക്ക് പിന്നീട് എത്താൻ കാരണം അദ്ദേഹത്തിന്റെ ആ ചെറുപ്പകാലത്തിൽ താൻ ഏറ്റ ആ പ്രയാസങ്ങളായിരുന്നു. പിന്നീട് ഭരണഘടനയുടെ വളരെ വിപുലമായ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ച് ഇന്ന് നാം കാണുന്ന ഈ സമത്വവും മതേതരത്വവും മൗലികാവകാശങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ആ മഹാമനുഷ്യയായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഒരുപാട് ആൾക്കാർ താൻ ചെറുപ്പത്തിൽ തൻ്റെ ജാതീയതയുടെ പേരിൽ കളിയാക്കുമ്പോൾ അവിടെയൊക്കെ വിഷമത്തോടുകൂടി നിന്ന് ഇതൊക്കെ തനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്നൊരു സങ്കടമൊന്നും ഉണ്ടായില്ല. കാരണം അദ്ദേഹം അന്നേരം ചിന്തിച്ചു നിന്നത്, ഇനി ഞാൻ വലുതായാൽ എനിക്ക് ശേഷം അങ്ങനെ ഒരു തലമുറ വേണം. അംബേദ്കറിന് മുമ്പും അംബേദ്കറിന് ശേഷവും അങ്ങനെ ചിന്തിച്ചൊരു മഹാവ്യക്തിത്വമായിരുന്നു അംബേദ്കർ എന്നുള്ളത്. 1956 പല പ്രധാന സംഭവങ്ങളിലും അംബേദ്കറിന് സുപ്രസിദ്ധമായ പങ്കുണ്ടായിരുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അംബേദ്കറിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇന്നത്തെ ഈ ദുഷിച്ച കാലത്ത്, ഇന്നത്തെ ഈ കിരാത വർണ്ണങ്ങളുടെ കാലത്ത് ഒരുപാട് പാഠങ്ങൾ അംബേദ്കറുടെ ജീവിതം തുരിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.